ഹായ് ഹലോ. ഇന്നൊരു യാത്ര പോവുകയാണ് ഞങ്ങൾ 4 പേരുമുണ്ട്. വേറെ എങ്ങോട്ടുമല്ല, നാട്ടിലേക്കുള്ള യാത്രയാണ്. ഇതൊരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയുള്ള യാത്രയാണ്. ഇത് അച്ഛനോടും അമ്മയോടൊന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ല ഞങ്ങൾ വരുമെന്നുള്ള കാര്യം. എല്ലാ പ്രാവശ്യം പറഞ്ഞിട്ട് തന്നെയാണ് പോകുന്നത്. ഇപ്പോൾ വിചാരിച്ചിരിക്കാതെ ഞങ്ങൾ പോവേണ്ടി വന്ന ഒരു അവസരമാണ്. അതുകൊണ്ടാണ് പിന്നെ പറയാതെ പോകാമെന്ന് വിചാരിച്ചത്. എല്ലാ പ്രാവശ്യവും പറഞ്ഞിട്ടല്ലേ പോകുന്നത്. അപ്പോൾ ഇപ്രാവശ്യം സർപ്രൈസ് കൊടുക്കാമെന്ന് വിചാരിച്ചു. ചേട്ടൻ്റെ വീട്ടിലും എൻ്റെ വീട്ടിലും ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. എൻ്റെ അനിയത്തിയോട് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഞങ്ങൾ തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിലെത്തി. അപ്പോൾ ഫാമിലിയിൽ 2 കല്യാണമുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങളിങ്ങനെ പോകുന്നത്. അപ്പോൾ കുട്ടികൾക്ക് എല്ലാവരെയും കാണുന്നതിനൊക്കെ വേണ്ടിയിട്ട്, അതുപോലെ ചേട്ടൻ്റെ അമ്മയ്ക്ക് മക്കളെ കാണണമെന്ന് പറഞ്ഞതുകൊണ്ടും ഞങ്ങളങ്ങനെ പോകാമെന്ന് വിചാരിച്ചതാണ്. അങ്ങനെ ഞങ്ങൾ പോവുകയാണ്. അവിടെ ചെന്നിട്ട് റെയിൽവേ സ്റ്റേഷനിൽ ചെന്നിട്ട് ആഹാരമൊക്കെ കഴിച്ച് ഞങ്ങളെ ട്രെയിൻ വരുന്നതിന് വേണ്ടിയിട്ട് നടക്കുവാണ്. നടന്ന് അവിടെ ചെന്നിരുന്നു കുറച്ച് നേരമൊക്കെ വെയിറ്റ് ചെയ്തു. അപ്പോൾ ഞങ്ങളെ ട്രെയിൻ എത്തി. ട്രെയിനിൽ കയറി. ചാരു ഇങ്ങനെ പ്രശ്നമുണ്ടാക്കി കൊണ്ടിരിക്കുകയാണ്. അതിലെന്തൊക്കെയോ ബഹളങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അവൾ ട്രെയിനിൽ കയറി അങ്ങനെയാണ് സ്വാഭാവികമായിട്ടും അവൾ കുരുത്തക്കേട് കാണിക്കും. പിന്നെ എങ്ങനെയൊക്കെ എന്നിട്ട് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് തമാശയും പറയുന്നുണ്ട്. ആൾ വളരെ മൂഡിലാണ്, നാട്ടിൽ പോകുന്നുണ്ട്. പിന്നെ ഞങ്ങൾ രാവിലെ 6:30-7 മണിയൊക്കെ ആയപ്പോഴത്തേക്കും തിരുവനന്തപുരത്തെത്തി. അപ്പോൾ ചാരു കലിപ്പ് മോഡലാണ്, എനിക്ക് വയറ് വിശക്കുന്നതെന്ന് പറഞ്ഞിട്ട്. വിശന്ന് കഴിഞ്ഞാൽ പിന്നെ ചാരുവിനെ പിടിച്ചാൽ കിട്ടത്തില്ല. അങ്ങനെ ഞങ്ങൾ പിന്നെ ട്രിവാൻഡ്രം സെൻട്രൽ, അവിടെ നമ്മുടെ സാമ്രാജ്യത്തിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. അവിടെ ചെന്നിട്ട് ഞങ്ങൾ തമ്പാനൂർ ബസ് സ്റ്റാൻഡിൽ ചെന്നിട്ട് ബസ്സിലാണ് യാത്ര പോകാനായിട്ട് തീരുമാനിച്ചു. ചാരുവിന് ഫുഡൊക്കെ വാങ്ങി കൊടുത്തു കേട്ടോ, അല്ലെങ്കിൽ ബഹളം ഉണ്ടാക്കും. അപ്പോൾ ബസ്സിൽ കയറി ഞങ്ങൾ പോവുകയാണ്. അപ്പോൾ ചില ദിവസങ്ങളിൽ ഞങ്ങൾ നാട്ടിലെത്തുമ്പോൾ അച്ഛൻ പിക്ക് ചെയ്യാൻ വരാറാണ് പതിവ്, അല്ലെങ്കിൽ ഏട്ടൻ്റെ അനിയനോ ആരെങ്കിലും ഒക്കെ കാണും വിളിക്കാൻ വരാനായിട്ട്. അപ്പോൾ ഇപ്രാവശ്യം ഞങ്ങൾ ബസ്സിലാണ് പോകുന്നത്. അപ്പോൾ ഇങ്ങനെ ബസ്സിൽ പോകുമ്പോഴുള്ള നൊസ്റ്റു എന്ന് പറഞ്ഞാൽ വളരെ രസമുള്ള ഒരു സംഭവമാണ്. പണ്ടെല്ലാം നമ്മൾ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്തും ഒക്കെ നമ്മളിങ്ങനെ യാത്ര ചെയ്തിട്ടുണ്ടല്ലോ, തിരുവനന്തപുരത്തൊക്കെ പോകുന്ന സമയത്ത്. ഇപ്പം എന്തെങ്കിലും അവിടെ മാറ്റം സംഭവിച്ചിട്ടുണ്ടോ ഇല്ലോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ടുള്ള ഒരിതാണ്. അപ്പോൾ അതെപ്പോഴും അങ്ങനെയാണല്ലോ. നമ്മളിപ്പോൾ കണ്ണൂരാണല്ലോ താമസം. അപ്പോൾ നാട്ടിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ എന്നല്ലേ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇങ്ങനെ യാത്ര ചെയ്ത് ഞങ്ങൾ എന്ത് ചെയ്തു, ഞങ്ങളുടെ ബസ് സ്റ്റോപ്പിലെത്തി. ആനാട് ബസ് സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് ഞങ്ങൾ ഓട്ടോ പിടിച്ചാണ് ഞങ്ങൾ വീട്ടിൽ പോയത്. വീട്ടിൽ പോയിട്ട് വീട്ടിൻ്റെ ബാക്ക് വശത്തുകൂടി പോവുകയാണ്. ഫ്രണ്ടിൽ കൂടെ പോയി അമ്മയ്ക്ക് പെട്ടെന്ന് നമ്മളെ കാണും, അതുകൊണ്ട് പതുക്കെ സർപ്രൈസ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അടുക്കള വശം വഴി പോവുകയാണ്. അങ്ങനെ പോയിട്ട് അമ്മയ്ക്ക് സർപ്രൈസ് കൊടുക്കുകയാണ്. അമ്മ കണ്ടിട്ട് വളരെയധികം സന്തോഷമാവുമായിരിക്കും എന്ന് പറഞ്ഞിട്ടാണ് പണി പാളുമെന്നറിയില്ല. ആരെങ്കിലും ഞങ്ങളെ സർപ്രൈസ് പൊളിച്ചോന്നും അറിയില്ല. എന്തായാലും നോക്കാം. അങ്ങനെ പതുങ്ങി പോകണം. അമ്മയും പിന്നെ അച്ഛൻ്റെ അമ്മയും അച്ഛനുമാണ് ഈ വീട്ടിലുള്ള. ഞങ്ങൾ 2 പെൺമക്കളും 2 സ്ഥലത്താണ്. അപ്പോൾ അമ്മാമ്മ വളരെയധികം പിള്ളേരെ കണ്ടിട്ട് എക്സൈറ്റ്മെൻറ്റിലാണ്. നോക്ക് എന്താണ് സർപ്രൈസ് കൊടുത്തിട്ട് അമ്മ അന്തം വിട്ടിരിക്കുകയാണ്. ഇങ്ങനെ വരുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ല. അങ്ങനെ അമ്മയ്ക്ക് വളരെ സന്തോഷമായി. മക്കളെയൊക്കെ പിടിച്ച് ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട്.